അതിജീവിതയുടെ മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയെന്ന പ്രോസിക്യൂഷന്റെ വാദം വിശ്വസനീയമല്ല എന്ന് കോടതി പറയുകയാണ്. ഇരയെ തിരിച്ചറിയാൻ ഉറപ്പാക്കാനാണ് മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 2017 നവംബർ 22 സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് ഇത് പറഞ്ഞിട്ടുള്ളത്. 2017 ഏപ്രിൽ 18 സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശമേ ഇല്ല എന്ന് കോടതി കണ്ടെത്തുകയാണ്. സംഭവം നടന്ന ശേഷം നടി പലതവണ മൊഴി നൽകിയിട്ടും മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. ഈ മൗനം ദുരൂഹമാണെന്ന് കോടതി വിലയിരുത്തുകയാണ്. മോതിരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി എന്ന വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കോടതി അടിവരയിട്ട് പറയുകയാണ്. ഈ കേസിൽ നമുക്കറിയാം ബലാത്സംഗ കൊട്ടേഷനാണ് നൽകിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. മോതിരം ഉൾപ്പെടെയുള്ള നഗ്ന ദൃശ്യങ്ങൾ പകർത്തി നൽകാൻ കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രോസിക്യൂഷൻ പൾസസ്മിനിക്കെതിരെ ആരോപിച്ചത്. പക്ഷേ അത്തരത്തിൽ പ്രോസിക്യൂഷന്റെ ആരോപണം അത് വിശ്വസനീയമല്ല എന്ന കോടതി കണ്ടെത്തുകയാണ്. അങ്ങനെ പ്രോസിക്യൂഷൻ നിരത്തിയ ഓരോ ഫാക്ട്സും അത് കോടതി ഡിഫൻസ് പ്രതിഭാഗം ഗണ്ണിച്ചത് അതെല്ലാം വിശ്വസനീയമാണ്, അല്ലെങ്കിൽ അത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന കാര്യങ്ങൾക്കൊന്നും കാര്യമായ തെളിവുകളോ അനുബന്ധ രേഖകളോ ഒന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് A8 ആയ ദിലീപ് ഗോപാലകൃഷ്ണൻ എലിയാസ് ദിലീപ് ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനായത്. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ അമ്പേ പരാജയപ്പെട്ടു എന്നാണ് ഈ കോടതി വിധിയുടെ ഏറ്റവും സമഗ്രമായ ഭാഗത്തിൽ അല്ലെങ്കിൽ സംക്ഷിപ്ത ഭാഗം എന്ന് പറയുന്നത് അതാണ്. സാമ്പത്തികമായ ഇടപാടുകൾ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു, ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഈ മോതിരത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ആ കേസ് തന്നെ ഫ്രെയിം ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ അതും വിശ്വസനീയമല്ല എന്ന പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങൾ വിശ്വസനീയമല്ല എന്ന കോടതി പറയുകയാണ്. എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള കാര്യത്തിന് വളരെ കൃത്യമായി വിഷ്ണു സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 1709 പേജുള്ള വിധി പകർപ്പിൽ വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദിലീപിനെ ഒരു പ്രതിയായി ചേർക്കപ്പെട്ട ദിലീപിനെ എന്തുകൊണ്ടാണ് കുറ്റവിമുക്തനാക്കിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. 7, 8, 9 പ്രതികളെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാണ് ഈ 1709 പേജുള്ള ഈ വിധി പകർപ്പിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ്. അതിൽ തന്നെ ദിലീപിന്റെ മൊബൈൽ ഫോൺ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ 1488 പേജിൽ പറയുന്നുണ്ട്. ഫോൺ ഓഫ് അക്യൂസ്ഡ് നമ്പർ 8 ഓൺ റിസെപ്ഷൻ ഓഫ് ദിസ് റിക്വസ്റ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈസ് ഡയറക്റ്റഡ് ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡോക്യുമെന്റ്സ് സെഡ് ടു ഹാവ് ഫൗണ്ട് ഇൻ ദ മൊബൈൽ ആൻഡ് ഇറ്റ്സ് റെലവൻസി in the investigation of the case. The direction was issued on 30/3/2022 till 12/4/2022. No details as directed by the court were not furnished by the investigating officer. The court again issued directing to furnish the details on or before 18/4/2022. Include the directions issued by the court after exhibit C60 show cause on 12/4/2022. Prosecution witness 261 filed report in exhibit C60 dated 12/4/2020. The court issued show cause to prosecution witness 261 as it is brought to the notice of the court that the petition filed by the investigating officer seeking permission to the interrogation the court staff with the original signature of presiding officer is being telecasted in media despite the direction to keep the confidentiality of the investigation. അങ്ങനെ ഈ എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പാളിച്ച എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഈ വിധിന്യായത്തിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.